അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നത് അത് അള്ളാഹുവിന്റെ സംതൃപ്തി, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്ന കാര്യമാണ്. നമ്മുടെ വിഷയത്തിൽ നമ്മുടെ മാതാപിതാക്കൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലേ, നമ്മുടെ അവഗണന കാരണം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരുറ്റി വീട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ സ്വർഗപ്രവേശനത്തിന് അതൊരു തടസ്സമായി നിൽക്കും എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലേ, ദീൻ അള്ളാഹു എങ്ങനെയാണോ കൃത്യമായി പഠിപ്പിച്ചത് അതിന്റെ പ്രയോറിറ്റിയിൽ തന്നെ എന്തിനാണ് മുൻഗണന നൽകേണ്ടത്? അല്ലേ, വലിയ താടി വെച്ചത് കൊണ്ടോ, അല്ലേ, വലിയ ദീനിന്റെ ആളായി തോപ്പിട്ട് നടന്നത് കൊണ്ടോ സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണീരൊഴുകുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചെയ്തികളിൽ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടാത്ത കാര്യത്തിനല്ല അവർ നിർബന്ധിക്കുന്നതെങ്കിൽ അവിടെ മാത്രമാണ്, അല്ലേ, മുസ്ലിം അല്ലാത്ത മുശ്രിക്കായ മാതാപിതാക്കളോട് പോലും എങ്ങനെ നിലപാട് സ്വീകരിക്കണമെന്ന് അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? അവരെ അള്ളാഹുവിന്റെയും റസൂലിനെയും ധിക്കരിക്കുന്നതല്ലാത്ത ഏത് വിഷയത്തിലും അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കണമെന്നാണ്. അതിന് മാത്രം ശിർക്ക് ചെയ്യാൻ നിർബന്ധിച്ചാൽ, ഹറാം ചെയ്യാൻ നിർബന്ധിച്ചാൽ, ബിദ്അത്തിന് വേണ്ടി നിർബന്ധിച്ചാൽ മാത്രമേ അവിടെ നോ പറയേണ്ടതുള്ളൂ.